CPM-ലെ വിഭാഗീയത അവസാനിച്ചിട്ടില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പറയുന്നു. തെറ്റ് തിരുത്തണമെന്ന് കർശന നിർദ്ദേശം നൽകി, ആവർത്തിച്ചാൽ കടുത്ത നടപടി ഉണ്ടാകുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. CPM കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പൊതു ചർച്ചയ്ക്കുള്ള മറുപടിയിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യം പറഞ്ഞത്. കൂടാതെ അമിത ന്യൂനപക്ഷ പ്രീണനം പാർട്ടിക്ക് തിരിച്ചടിയായി എന്ന് ജില്ലാ സമ്മേളനത്തിൽ വിമർശനം ഉയർന്നു എന്ന കാര്യം കൂടിയാണ് അറിയുന്നത്. ദിസ്ന സുരേഷ് വിവരങ്ങളുമായി. ദിസ്ന, ഈ രണ്ട് വിഷയങ്ങളും പ്രാധാന്യത്തോടെ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഒന്ന്, മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു വിഭാഗീയത അവസാനിച്ചിട്ടില്ല, നിലനിൽക്കുന്നുണ്ട് എന്ന കാര്യം. അതിന് മുന്നറിയിപ്പുകൾ നൽകിയിട്ടും താക്കീത് നൽകിയിട്ടും ഒക്കെ തുടരുന്നതായി തന്നെ അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. തെറ്റിതിരുത്തണമെന്നുള്ള കർശന നിർദ്ദേശം പോലും അവഗണിച്ചു പോകുന്ന ഒരു സാഹചര്യം. വിവരങ്ങൾ എന്താണ്? തീർച്ചയായും വീണ സൂചിപ്പിച്ചതുപോലെ തന്നെ ജില്ലാ സമ്മേളനം ഇന്ന് അവസാനിക്കാനിരിക്കെ ഇന്നലെ നടത്തിയ പൊതുചർച്ചയിലെ മറുപടിയിലാണ് മുഖ്യമന്ത്രി തന്നെ CPM-ലെ വിഭാഗീയത ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് എന്ന് തന്നെയാണ് ഏറെ സവിശേഷമായി എടുത്തു പറയേണ്ടത്. വിഭാഗീയത എവിടെയൊക്കെയാണെന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, എന്നാൽ അത് തിരുത്തുവാൻ തയ്യാറായിട്ടില്ല എന്നൊരു കാര്യം തന്നെയാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. CPM കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിന്റെ പൊതുചർച്ചയുടെ ഭാഗമായുള്ള മറുപടിയിലാണ് മുഖ്യമന്ത്രി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത്. കൂടാതെ തന്നെ തോൽവിക്ക് കാരണം അമിതമായ ന്യൂനപക്ഷ പ്രീണനമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ഇത്തരത്തിൽ ഈ മലബാർ മേഖലയിൽ പ്രധാനമായും നമുക്കറിയാം X7 വിഷയത്തിലൊക്കെ തന്നെയും ഈ വോട്ട് ബാങ്കിന് വേണ്ടി നിലപാടുകളൊക്കെ തന്നെയും മാറ്റി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ അമിതമായ രീതിയിൽ ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിച്ചുള്ള ഒരു സമീപനം നടത്തിയത് കൊണ്ട് തന്നെ അതായത് ഇത്തരത്തിൽ തിരഞ്ഞെടുപ്പുകളിൽ ഭൂരിപക്ഷം കുറഞ്ഞു എന്നൊരു വിലയിരുത്തൽ കൂടിയാണ് ഈ ജില്ലാ സമ്മേളനം കഴിയുമ്പോൾ പ്രധാനമായും കടന്നു പോകുന്നത്. അതായത് സാമുദായികമായി ചില മേഖലകളിൽ വലിയൊരു രീതിയിലുള്ള പ്രീണനം നടത്തിയിട്ടുണ്ട് എന്നൊരു കാര്യം തന്നെയാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയം പാളി എന്നൊരു കാര്യവും ഈ ജില്ലാ സമ്മേളനത്തിൽ ചില നേതാക്കളിൽ നിന്നുള്ള അഭിപ്രായവും ഉയർന്നിരുന്നു. എന്നാൽ ഇത്തരം വിമർശനങ്ങൾക്ക് അടിസ്ഥാനമില്ല എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി ഇന്നലെ ഈ ചർച്ചയിലൊക്കെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. കൂടാതെ തന്നെ ഈ P ജയരാജന്റെ നടപടി അവമതിപ്പുണ്ടാക്കി എന്നൊരു കാര്യവും വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്കൊടുവിൽ ഇന്ന് ജില്ലാ സമ്മേളനം അവസാനിക്കുമ്പോഴും പാർട്ടിക്കിടയിൽ തന്നെ വലിയൊരു രീതിയിൽ വിഭാഗീയത ഉണ്ട് എന്ന് മുഖ്യമന്ത്രി തന്നെ പുറത്തറിയുന്നതിനേക്കാളപ്പുറം മുഖ്യമന്ത്രി അടക്കം സമ്മതിക്കുന്ന നിലയിലേക്ക് സാഹചര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. വിഭാഗീയത നിലനിൽക്കുന്നുണ്ട് എന്ന കാര്യം മുഖ്യമന്ത്രി സമ്മതിക്കുന്നു. വൈകുണ്ഠം പറയുന്നത് പിണറായിയെ വിമർശിച്ചാൽ തന്നെ അത് പാർട്ടി വിരുദ്ധമായി എന്നുള്ളതാണ്.